കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും വായന വാരാഘോഷവും നടന്നു. ചാക്യാർകൂത്ത് കൂടിയാട്ടമാചാര്യൻ പൈങ്കുളം നാരായണ ചാക്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ ഒരു വ്യക്തി വായനയിലേക്ക് അല്ലെങ്കിൽ ആ ശീലം വളരുന്നു എന്നുള്ളതിൻ്റെ വളരെ കവിത പറയുകയുണ്ടായി. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് തോന്നുന്നത് പോലെ തന്നെയാണ്. 3 വയസ്സിൽ എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് പാരമ്പര്യ രീതിയിലുള്ള സംവിധാനങ്ങളിലൂടെ പുറത്തു പോയി അക്ഷരം പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി പിന്നെ വളരെ അമ്മയുടെ അമ്മമാരും അതുപോലെ ഓപ്പൺമാരുമാണ് എഴുതി പഠിക്കുന്നത്. അക്ഷരം കൂട്ടി വയ്ക്കുന്നത് വായിക്കാറായ കാലം മുതൽ വായനയും ആരംഭിച്ചു. അതിനെ പ്രേരിപ്പിച്ചത് എൻ്റെ ഓപ്പൺമാരാണ്, ചേച്ചിമാർ. ആ 2 ചേച്ചിമാർ തന്നെയാണ് കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ കഥകൾ പറയും. ആ കഥകൾ അവർ വായിക്കുന്ന പുസ്തകങ്ങളിലെ കഥകൾ പറഞ്ഞു. അവസാനമായിട്ട് പറയാൻ കഥയില്ലാതായപ്പോൾ കഥ സൃഷ്ടിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. രാത്രി 12 മണിക്കും ഞാൻ വാശി വെച്ച് കരയാറുണ്ടായിരുന്നു. വാശി എല്ലാവരും ഉർവാശി എന്നാണ് പറയുന്നത്. എല്ലാവരും നമുക്ക് കള്ളക്കരച്ചിലായിട്ട് അവസാനം അമ്മ പറയും ഒരു കഥ പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞ് പറയിപ്പിച്ചതിന് ശേഷം കഥ പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞു. വാർഡ് മെമ്പർ രാംദാസ് കാറാത്ത് ചടങ്ങിൽ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ MN ബർജലാൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മറ്റ് അധ്യാപകർ, PTA അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പരിപാടിയിൽ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ വായനാ പതിപ്പിന്റെ പ്രകാശനവും നടന്നു. വിദ്യാർത്ഥികൾ പുസ്തകങ്ങളെയും രചയിതാക്കളെയും പരിചയപ്പെടുത്തി. തുടർന്ന് ചടങ്ങിൽ പ്രശ്നോത്തരി വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ.